കാരണം എന്നോട് കൂടി ഒരു വാക്ക് പോലും എൻ്റെ മോൻ പറഞ്ഞില്ല. പറഞ്ഞാൽ എന്നെ അവനെ ഞാൻ ഒറ്റയ്ക്ക് കിടത്താൻ ഞാൻ വിടില്ലായിരുന്നു. ഒരു വാക്ക് പോലും മമ്മി വിഷമിക്കരുത് വിചാരിച്ചിട്ടുണ്ടാവും അവൻ. നീ വരുമെന്നറിയാവുന്നേ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് രണ്ട് പക്ഷമില്ല. എങ്ങനെയാണ് ശ്രീലക്ഷ്മിനെ കാണുന്നത്? ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ് ചെയ്തത്. ബെസ്റ്റ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടേണ്ടി വന്നത്? ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ കളങ്കാവിൽ കൈ കണ്ടപ്പോ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം, എന്റെ അച്ഛന്റെ കഥാപാത്രം, മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ചുമ്മാതല്ല ഇയാൾ ഇങ്ങനെ ആയിപ്പോയി. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാലും നമ്മൾക്കൊരു നീതി കിട്ടില്ല. അല്ലെ അവർ ഞാൻ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ എന്തായി മാറും? ഈ സൈബർ സ്പേസുകൾ കോടതിയായിട്ട് മാറും. അപ്പോൾ ഒരു ഷിംജിതയെ മാത്രം എല്ലാവരും കൂടെ കല്ലെറിഞ്ഞിട്ട് കാര്യം. ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമം ഉള്ളത് അത് ശക്തമായിട്ട് നടപ്പിലാക്കുന്ന പോലീസ് സംവിധാനം ഉണ്ടാവണം. അപ്പോൾ ഷിംജിത മാത്രമല്ല ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഉള്ളതെന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ സമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്തം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം, അതുപോലെ എന്ത് വേണമെങ്കിലും ആരെക്കുറിച്ചും പറയാം എന്നുള്ള രീതിയിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്. എനിക്കും തോന്നിയത് ആർക്കെതിരെയും എന്തും പറയാവുന്ന ഒരു രീതിയിലേക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോകുന്നുണ്ട്. മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ ഒരാൾക്കൊരു കുറ്റകൃത്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണ്ടുകൊണ്ട് നമുക്ക് പോലീസിന് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അതിൽ പോലീസ് നടപടി എടുക്കട്ടെ. അതല്ലാതെ ഓരോ സിറ്റിസണും പോലീസായി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. അത് ഒരു 5000 വ്യൂസിൽ കിടക്കുന്ന ഒരു 10 ലക്ഷം ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വരുമാനം ഉണ്ടാകും. ഇതിനൊക്കെ വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും എനിക്കെല്ലാം മനസ്സിലായി. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി. അതെന്ത് ധൈര്യമാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതെന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യം നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരം ധൈര്യമാണ്. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? തെളിവുകളോ അടിസ്ഥാനമോ ഇല്ലാതെ ഉദാഹരണം പറയാം. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. സ്ത്രീകള് പക്ഷേ അവരുടെ ഡിഫൻസ് ടൂൾ ആയിട്ടാണ് അവരെ മൊബൈൽ എടുക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ വ്യസനിക്കുന്നു ആ ദീപക് മരിച്ചതിൽ. ഇങ്ങനെ ഒരു തിരിച്ചടിക്കാൻ അവരൊരു ട്യൂൾ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ഡിഫൻസ്. ഞാൻ ഉടനെ തന്നെ എന്താ പറയാ, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇപ്പൊ ഇതിനകത്ത് ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീയെ ന്യായീകരിക്കുന്നതിനകത്ത് ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരിക്കലും ശരിയല്ല. ഇങ്ങനെ നിന്നിട്ട് പിടിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് സ്ലോ മോഷൻ മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ ഷിംജിതയുടെ കാര്യത്തില് അയാൾ പുറംതിരിക്കാൻ നിൽക്കുന്ന ദീപക് ആ സമയത്ത് ആണ് ഇവര് ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അവർക്ക് ഒരു സുഖം എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. തയ്യാറാക്കി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മട്ടിലാണ്. ശ്രദ്ധിച്ചോ, ആ ക്യാമറയിൽ ഇവർ നോക്കിയൊരു ചിരിയുണ്ട് ആ ഇടയിലോട്ട് പോകുമ്പോ. അതായത് കൃത്യമായി ഇന്നലെ നടന്നത് എന്താണ്? ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് മാത്രമാണ് അവർ കൊടുത്തത്. അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു, അവർക്ക് മുഖം മറയ്ക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു, അവർക്ക് പ്രത്യേകമായി വെടിവെച്ച് കൊല്ലണം. അപ്പൊ അതിനെ അതൊരു ചോദ്യമാണ്. അതായത് അവരെ കല്ലെറിയാൻ അങ്ങനെ കേരളത്തിൽ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ.
അത്തരത്തിലുള്ള സ്ത്രീകളുള്ളിടത്തോളം കാലം നേരത്തെ സംഭവിച്ചത് ഇവിടെ പറഞ്ഞത് സംഭവിക്കും. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നാളെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ അവരെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരും. കാരണം ഇത്തരത്തിൽ തെറ്റ് ചെയ്ത സ്ത്രീക്ക് പോലും വാദിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ സ്വാഭാവികം. അതിന് കൺക്ലൂഷനിലെത്താൻ എനിക്ക് നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമുണ്ട്, അതിന് മൊറാലിറ്റിയിലും വിശ്വാസമുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വാസം നിങ്ങൾ പല പരാതിയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. ഞങ്ങൾ എനിക്ക് വായി തോന്നുന്ന ക്യാമറ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ. പക്ഷെ പറഞ്ഞു കേറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ണു കാണിക്കണം, എന്നാലും എനിക്ക് ഒപ്പത്തിന് എത്താക്കൂ. നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോൾ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഓർക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുക. ഉടനെ മീഡിയക്കാരിൽ ഓടിച്ചെല്ലും. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. ഈ മീഡിയക്കാർ അടക്കം നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കൂട്ടി എരിവും പുളിയും കൂട്ടി മാറി പറയാൻ എത്ര പേർക്കെതിരെ കള്ളപരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ആ പെൺകുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല. ആ പെൺകുട്ടി ഇയാളോട് പരാതിയോ ബാക്കിയുള്ളവരോടോ പരാതി സൂചിപ്പിച്ചത് ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും നിങ്ങൾക്ക്? അല്ല, തെറ്റാണ്. ഞങ്ങളൊക്കെ ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. സ്ത്രീകൾ മൊബൈൽ ഫോണെ വെപ്പണായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എവിഡൻസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പക്ഷെ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് പരാതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ആക്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന യൂസേജ് ഓഫ് ടെക്നോളജിക്ക് നല്ലൊരു അവയർനെസ് വേണം, ഒരു ട്രെയിനിങ് വേണം, അതിന്റെ ഒരു മെത്തഡോളജി ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ കുട്ടി ഇതിലാണെങ്കിൽ അവരോട് പറയില്ലേ മോളെ ഈ എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസ് കൊടുക്കണമെന്ന്. അല്ല, നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ പറയുന്നത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ ഇത്രയും ആളുകൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ അവർ പെരുമാറുകയും അത് ഷൂട്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നതിന് പകരം അവരിങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. വരുമാനം ഉണ്ടാകുന്ന വേറെ കാര്യം, അത് നൽകുന്ന ഒരു വൃത്തികെട്ട സന്ദേശമുണ്ട്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.